ഇതൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. മോർണിംഗ് വെബ്സിനി ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ ആർ വിഷ്ണുവിന് ഇന്ന് നാടിന്റെ അന്ത്യാഞ്ജലിയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോട് ഏറ്റുവാങ്ങി. ജന്മനാടായ പാലോട് പൊട്ടൻചിറയിലുള്ള കുടുംബ വീട്ടിലേക്ക് മൃതദേഹം വിലാപയാത്രയായി എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞാകും സംസ്കാര ചടങ്ങുകൾ. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അങ്ങേറ്റം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അത്. നാട്ടുകാരൊക്കെ ഇന്നലെ തന്നെ ഏറ്റവും ഒടുവിൽ വിഷ്ണു വന്ന് പോയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? എന്തോ അല്പസമയത്തിന് മുമ്പാണ് വീരമൃത്യു വരിച്ച ജവാൻ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചത്. വലിയ ജനാവലി തന്നെയായിരുന്നു ഈ ഒരു ഭൗതിക ശരീരം കടന്നു വന്ന മേഖലയിലൊക്കെ തന്നെ തടിച്ചുകൂടുകയും ചെയ്തിരുന്നത്. അല്പസമയത്തിന് മുമ്പ് എത്തിക്കുകയും ചെയ്തു. ഇനി ഇവിടെ 10 മണി വരെ ഈ സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം അവിടുന്ന് 10 മണിക്ക് ശേഷം തൊട്ടടുത്തുള്ള സ്കൂളുണ്ട്, സ്കൂളിലേക്ക് ഈ ഒരു ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 12 മണിയോടുകൂടി ഈ ഒരു ശാന്തിതീരം പൊതുശ്മശാനത്തിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. എന്തായാലും CRPFിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തി ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായി ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ എത്തിയപ്പോൾ തന്നെ റോഡ് സൈഡിന്റെ ഇരുവശത്തും എല്ലാം തന്നെ വലിയ ജനാവലി തന്നെയായിരുന്നു. അവസാനമായി വിഷ്ണുവിനെ യാത്രാമൊഴിയേകുന്നതിന് വേണ്ടി തടിച്ചുകൂടുകയും ചെയ്ത് വലിയ ഒരു ജനക്കൂട്ടം, ഒപ്പം തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രയും അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം എത്തിക്കുന്നത്. തുടർന്ന് പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്ക് ആയിരുന്നു കൊണ്ടുപോയത്. അവിടെ നിന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈ നന്ദിയോട് കാഞ്ഞിമുട്ടിലെ വിഷ്ണു പൊതുവായി നിർമ്മിച്ച വീട്ടിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ സ്വസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അടുത്ത മാസം 15-ന് നാട്ടിലേക്ക് തിരികെ എത്തുമെന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിൽ വന്നതിന് ശേഷം പോയത്. ഒപ്പം തന്നെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചറിയിക്കുകയും ചെയ്താണ് അടുത്ത മാസം താൻ ലീവിന് തിരികെ എത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മൾ പങ്കുവച്ചതും അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. അത്തരത്തിൽ അത്യന്തം വേദനാജനകമായിട്ടുള്ള വിശേഷം. നിലവിൽ ഇപ്പോൾ ഈ ഫാം ജംഗ്ഷനിലെ കുടുംബ വീടായിട്ടുള്ള അനിരം ഹൗസിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. രാവിലെ 9 മുതൽ നന്ദിയോടും പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിന് മുന്നിലെ പ്രത്യേക പന്തലിൽ പൊതുദർശനം ഉണ്ട്. കൂടാതെ അതിനുശേഷം രാവിലെ 10 മുതൽ വിഷ്ണു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നന്ദിയോട് SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കും. തുടർന്ന് കരിമൺകോട് ശാന്തി കുടീരത്തിൽ ഔദ്യോഗിക ബഹുമതികളുടെ മൃതദേഹം സംസ്കരിക്കും. നന്ദിയോട് ഫാം ജംഗ്ഷൻ അനിരം ഹൗസിൽ രഘുവരന്റെയും അജിതയുടെയും 2 മക്കളിൽ ഇളയവനാണ് വിഷ്ണു. 8 വർഷം മുമ്പാണ് CRPFിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ശ്രീചിത്ര ഹോസ്പിറ്റലിലെ നേഴ്സ് നിഖിലയാണ് ഭാര്യ. 2 മക്കളാണുള്ളത്. നിർദേവ്, നിർവിൽ എന്ന 2 കുട്ടികൾ. ജൂലൈ 15-ന് അടുത്ത മാസം 15-ന് അവധിക്ക് നാട്ടിലെത്താനിരിക്കെയാണ് വിഷ്ണുവിന്റെ ഈ അപ്രതീക്ഷ വിയോഗം വീട്ടിനെ അറിയിച്ചെത്തുന്നത്. നാടിനെ നടിച്ച സംഭവം. 2 ജവാന്മാരാണ് ഈ ഒരു ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി 9 മണിയോടുകൂടി പഞ്ചായത്തിലെ മന്ദിരത്തിലേക്ക് ഈ പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. ഇത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. രാജ്യത്തിന് വേണ്ടിയുള്ള വീരമരണമാണെങ്കിൽ പോലും ആ കുടുംബത്തിൻ്റെ നഷ്ടം അത് തീരാ നോവാണ്. കുരുന്നുകൾ ഉൾപ്പെടെ കരയുന്ന സാഹചര്യം. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരാൾ, അവധിക്ക് വന്ന് എല്ലാവരുമായി സ്നേഹം പങ്കിട്ടിട്ട് പോയ ഒരാൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ വികാരം നിർഭരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരിക്കും ആ വീട്ടിൽ എന്ന് അറിയാം. എങ്കിൽ പോലും ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വിഷ്ണുവിനെ കുറിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? വിഷ്ണുവിനോടുള്ള ആദരസൂചകമായി നാട് മുഴുവൻ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നന്ദിയോടിലെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളെല്ലാം തന്നെ കടകൾ ഇന്ന് അടച്ചിട്ട് ഈ ആദരസൂചകമായി അത് അനുശോചനം രേഖപ്പെടുത്തുന്ന കാഴ്ച. അത്തരത്തിൽ പൂർണ്ണമായും ഈ നാട് മുഴുവൻ വിഷ്ണുവിന് ആദരമർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം
മുൻകാലങ്ങളിൽ വരുമ്പോഴൊക്കെ തന്നെ എല്ലാവരുമായി ഇടപഴകുകയും ഒപ്പം തന്നെ എല്ലാവരുമായും സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു വിഷ്ണു എന്നാണ് നമുക്ക് ഈ കൂട്ടുകാരും ഒപ്പം തന്നെ ഇവിടുന്ന് നാട്ടുകാരും ഒക്കെ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പ്രകടമാകുന്നത് ഈ ഉദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു വരുന്ന ഇരുസൈഡുകളിലും നാട്ടുകാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് നമുക്ക് അവസാനമായി കാണാനുള്ള ഒരു കാഴ്ച ആ രീതിയിൽ നാട് മുഴുവൻ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CRPFന്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടുകൂടി 12 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പ് തന്നെ ശേഷം ഇപ്പോൾ നിലവിൽ സ്വവസതിയിലാണുള്ളത്. അതിനുശേഷം 9 മണിയോടുകൂടി എത്തിക്കും. ഈ പഞ്ചായത്തിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നേരത്തെ നമുക്കറിയാം അസംഖ്യം ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷം, അത്രയും വേദനാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷം അടുത്ത മാസം 15-ന് നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു വിയോഗ വാർത്ത കുടുംബത്തെ തേടിയെത്തുകയും ചെയ്യുന്നത്. 2 പറക്കമുറ്റാത്ത 2 കുട്ടികൾ, 7ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ, 2 ആൺമക്കളാണ് വിഷ്ണുവിനുള്ളത്. ആര്യ നിഖില അത്രയും ഹോസ്പിറ്റലിലെ നേഴ്സാണ്. എല്ലാം തന്നെ ഈ വിയോഗ വാർത്ത വലിയ ഞെട്ടലോട് കൂടിയാണ് നാട് കേട്ടുകയും ചെയ്തത്. എന്തായാലും അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇത്രയും വേദനാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷം അല്പസമയത്തിനകം 9 മണിയോടുകൂടി ഇവിടെ നിന്ന് പൊതുദർശനത്തിനായി പഞ്ചായത്ത് മന്ദിരത്തിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് വിഷ്ണുവിന്റെ മൃതദേഹം കടന്നു വരുന്ന വഴിയിലൊക്കെ ജനങ്ങൾ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. അത്രയും വേദനാജനകമായിട്ടുള്ള അത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 9 മണിക്കാണ് ഇനി പഞ്ചായത്തിലെ മന്ദിരത്തിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുക. അവിടെ 1 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം അവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിലേക്ക് കൊണ്ടുപോകും. SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടത്തും. ഏകദേശം 1 മണിക്കൂറോളം ആ സ്കൂളിൽ പൊതുദർശനത്തിന് നടത്തിയ ശേഷം അവിടെ നിന്ന് ഈ കരിമൺകോട് ശാന്തി കുടീരത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഔദ്യോഗികോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത്യന്തം വേദനാജനകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എന്തും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിശ്ചയമായും ആ കണ്ണീര് അത് ആരെയും ഉലയ്ക്കുന്നതാണ്. ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച പ്രിയപ്പെട്ട വിഷ്ണുവിന് നാടൊന്നാകെ പ്രണാമം അർപ്പിക്കുകയാണ്. സ്നേഹത്തോടെയും അഭിമാനത്തോടും കൂടിയും വിഷ്ണുവിന് വിട നൽകുകയാണ്. ആ നാട് വിയോഗത്തിൻ്റെ ദുഃഖം അതവിടെ തളം കെട്ടിക്കിടക്കുന്നു. ആ വീടിൻ്റെ ഭാഗത്ത്. പക്ഷെ അപ്പോഴും ആ കുടുംബത്തിന് വ്യക്തിപരമായിട്ട് നഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും രാജ്യത്തിന് ഒരു വീരമൃത്യു വരിച്ച ഒരു ജവാനെ കൂടി നഷ്ടമാകുന്ന ധീര പോരാളിയെ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. MG മിഥുനാണ് വരുന്നത്. സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. അതെന്തായാലും വിഷ്ണുവിന് എല്ലാവിധ പ്രണാമവും അർപ്പിക്കുകയാണ്. ഈ സമയം ഒരു ഇടവേളയ്ക്ക് കൂടി പോവുകയാണ്. മോർണിംഗ് വേസ് വേഗത്തിരിക്കാത്ത